ലേറ്റസ്റ്റ് ആയുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 25 പേര് മരിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലോ BP. മാത്രമല്ല യുക്രൈനിൽ റഷ്യ മിസൈൽ ആക്രമണം നടത്തിയതൊന്നും ട്രംപിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാട്രിയോട്ടിക് മിസൈൽ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. SK പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള ചിന്തയൊന്നുമില്ല. ആരാണ് താൻ പറയുന്നത് കേൾക്കുന്ന അവരുടെ കൂടെ. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വാദിച്ചപ്പോൾ അയാളെ അപമാനിച്ചു വിട്ടു. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നല്ലവനാണ്, യെറ്റ് ബ്രൂട്ടസ് ഈസ് ഹോണറബിൾ മാൻ എന്ന് പറഞ്ഞ പോലെയാണ് ട്രംപിൻ്റെ നിലപാട്. അത് പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംഭാഷണം നടത്തി. അപ്പോൾ പുടിൻ പറഞ്ഞു, ട്രംപ് പറഞ്ഞാലൊന്നും ഞാൻ പിൻവാങ്ങില്ല, യുദ്ധം മുന്നോട്ട് പോകും. ഉക്രൈനിൽ അതിനെ തുടർന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി, മിസൈലുകൾ ഉപയോഗിച്ച് അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തി. അത് കീവിനെ ലക്ഷ്യമാക്കിയാണ്, തലസ്ഥാനമായിട്ടുള്ള കീവിൽ നടന്ന ആക്രമണം. നിരവധി പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ക്ഷുഭിതനായിട്ടാണ് ഫോൺ ചെയ്തത്. ട്രംപ് എന്തായാലും പുടിനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞതിൻ്റെ തൊട്ടുപിറകെയാണ് പാട്രിയോട്ട് മിസൈല് കൊടുക്കാൻ അദ്ദേഹം എതിർത്ത് നിൽക്കുകയായിരുന്നു. ഇതുവരെ ആയുധങ്ങൾ കൊടുക്കുന്നത് തടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പാട്രിയോട്ട് മിസൈല് അമേരിക്ക യുക്രൈന് കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിലെ വലിയൊരു വാർത്ത. ഒപ്പം തന്നെ SK വെടിനിർത്തൽ തീരുമാനമായി എന്ന് ട്രംപ് പറഞ്ഞിട്ട് 5 ദിവസമായി. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹമാസും ഇസ്രായേലും സമ്മതിച്ചു എന്ന വാർത്ത വന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ഈ മണിക്കൂറുകളിൽ ആക്രമണം നടന്ന് 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 10 പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന സ്ഥലത്താണ്. SK ഇതൊരു നിത്യേന ഇത് നടത്തണമെന്നുള്ളൊരു തീരുമാനം പോലെയാണ്. ഭക്ഷണത്തിന് ആൾക്കാരെ വിളിച്ചു കൂട്ടുക, അവർ പാത്രവും കലവുമായിട്ട് വന്ന് പാവങ്ങൾ വിഷം നൊട്ടിയ വയറുമായിട്ട് നിൽക്കുന്നു. അവരുടെ വിഷം നൊട്ടിയ വയറിന് മേലെ വെടിവെപ്പ് നടത്തി ഇവരെ കൊല്ലുക എന്ന് പറയുന്നത് ലോകത്ത് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം കേട്ടിട്ടില്ല. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ യഹൂദന്മാരെ തന്നെയാണ് 60 ലക്ഷം പേരെ വധിച്ചത്. എന്നാലെങ്കിൽ അവർക്കൊരു കാരുണ്യം ഉണ്ടാവണ്ടേ, മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല. പക്ഷേ ആ കാരുണ്യമില്ലാത്ത ഇതാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് വരുന്നുണ്ട്. നെതന്യാഹുവും ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും നാളെ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒരുപക്ഷെ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അവിടെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ യുദ്ധവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ യുക്രൈൻ യുദ്ധവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. SK BP ഇപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചുള്ളൂ. BP ജെയിംസ് ഒരു പെസിമിസ്റ്റാണ്, എല്ലാത്തിൻ്റെയും ദൂഷ്യവശം കാണുന്നവൻ എന്ന് പബ്ലിക്കായിട്ടൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു. SK ഞാനത് ഇതായിട്ട് സ്വീകരിക്കുന്നു. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവനെ പെസിമിസ്റ്റ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ നല്ല സുഖമാണ്, റോസാപ്പൂക്കൾ വിരിയുന്നു എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. SK താങ്കൾക്ക് ഈ വയസ്സുകാലത്ത് ഇത്തിരി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ ജീവിച്ചു. അല്ല, പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീഴുകയാണ്. അമ്മമാര് കുഞ്ഞുങ്ങൾ മരിച്ചു വീണ ആൾക്കാരുടെ സംഖ്യ എടുത്ത് ഇപ്പൊ തന്നെ 10-67,000 ആയിരിക്കുന്നു, കാണാതായവർ ഉൾപ്പെടെ. 67,000 മനുഷ്യജീവൻ പൊലിഞ്ഞ ഒരു പാലസ്തീനെ കുറിച്ച് നമുക്ക് ഇവിടെ വന്ന് എന്താ പറയുക, പൂക്കൾ വിരിഞ്ഞ ഒരു സുഗന്ധം നിറഞ്ഞ ഒരു താഴ്വരയെക്കുറിച്ചോ പ്രദേശത്തെക്കുറിച്ചോ സംസാരിക്കാനാവില്ല. സോറി BP, മനസ്സിലായി, ആ ടെൻഷൻ മനസ്സിലായി. BP ഇനി ലേശം വിശ്രമിക്കൂ. താങ്ക് യു, നമുക്ക് നാളെ കാണാം.